നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇവാനാശാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ കാര്യം എല്ലാ ആരാധകർക്കും അറിയാം. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കാര്യം ഒഫീഷ്യലായിട്ട് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നതും. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇവാനാശാൻ 1 കോടി പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ്. എന്തായാലും ആരാധകരെല്ലാം കട്ടക്കലിപ്പിൽ തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവാനാശാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് യാത്ര പറഞ്ഞു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പോസ്റ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്ലബും ഇവാനുമായി പിരിഞ്ഞുവെങ്കിലും ഇത്ര ദിവസമായിട്ടും ഇവാന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ദീർഘമായ ഒരു തുറന്ന കത്തിലൂടെയാണ് ഇവാനാശാൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും കേരളത്തോടും യാത്ര പറഞ്ഞത്. താൻ കേരളത്തോടും ക്ലബിനോടും യാത്ര പറയുന്നില്ല എന്നും അത് തനിക്ക് ആകില്ല എന്നും കോച്ച് പറഞ്ഞു. ഞങ്ങളുടെ പാതകൾ ഇനിയും കൂട്ടുമുട്ടും എന്നും തനിക്ക് ഉറപ്പുണ്ട് എന്നും അത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്നും കോച്ച് പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ നാട് തന്റെ സമാനമാക്കിയെന്നും കോച്ച് പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പോലൊരു ആരാധകർ ലോകത്ത് എവിടെയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെയുള്ള ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. ഗ്രൗണ്ടിൽ ഓരോ തവണ ഇറങ്ങുമ്പോഴും തനിക്ക് രോമാഞ്ചം ലഭിക്കുന്നത് സ്വീകരണമാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരാധകരെല്ലാം ഈ പോസ്റ്റിലൂടെ ഇവാനാശാന് മികച്ച രീതിയിൽ കമന്റ് ബോക്സിൽ സപ്പോർട്ടുമായിട്ട് ചെന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തൊരു വമ്പൻ വിദേശ സൈനികനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു വമ്പൻ താരവുമായിട്ടാണ് ഇപ്പോൾ സൈനിങ്ങിന് ഉറപ്പിച്ചിരിക്കുന്നത് ISL ക്ലബ്ബ്. 5 തവണ ഗോൾഡൻ ബൂട്ട് വിന്നറായ താരമാണ് ഈ ലീഗിൽ. എന്തായാലും മികച്ച രീതിയിൽ ഓസ്ട്രേലിയൻ താരമാണ്. മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുന്ന ഈ 30 വയസ്സുകാരൻ്റെ പേര് ജാമി മക്ലാറൻ എന്ന് പറയുന്ന താരമാണ്. എന്തായാലും താരത്തിനിപ്പോൾ മെയ് 2026 വരെ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോലും താരത്തിൻ്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ISLലെ മറ്റൊരു ക്ലബായ മുംബൈ സിറ്റിയും താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും മോഹൻ ബഗാൻ ഈ താരവുമായിട്ട് സൈൻ ചെയ്യുമെന്നാണ് 100% ഉറപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.